വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ HST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എക്സാമിന് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്, നിങ്ങൾക്കറിയാം. നമുക്കിരുന്ന് പഠിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. പുസ്തകം തുറന്ന് ഇരുന്ന് വായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് പറ്റൂ. അത്രയ്ക്കും ചൂട് കൂടി വരുന്ന സമയമാണ്. നിങ്ങളിൽ ഒരുപാട് പേര് HSST ലാസ്റ്റ് ചാൻസ് ഉള്ളവരൊക്കെ ഉണ്ട്. ഇനി ഒരു HSST നെക്സ്റ്റ് വിളിക്കണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കഴിയും അല്ലേ. അപ്പോൾ ഇതിനു മുൻപ് HSST എക്സാം 2018 എങ്ങാനും ആണെന്നാണ് ഓർമ്മ. അപ്പം ആ ഒരു സമയത്ത് അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾക്ക് കിട്ടിയൊരു അവസരമായിട്ട് കണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓരോ ഭാഗങ്ങളും പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന സബ്ജക്റ്റിൽ നിന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ആദ്യം എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ്സ് എ മാർക്കറ്റ് പ്ലേസ് ഫോർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. ഇറ്റ് പ്രൊവൈഡ്സ് the linkage between the savings and the household sector and investment in corporate economy. It provides the market quotation of the prices of funds, shares and bonds. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് പ്ലേസ് ഫോർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് നമുക്ക് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ സെയിൽ ചെയ്യാനുമുള്ള ഒരു മാർക്കറ്റാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്തൊക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന കാര്യങ്ങൾ, അതായത് മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഫസ്റ്റ് വൺ, ദ ചോയ്സ് ഓഫ് എ ബ്രോക്കർ. സെക്കൻഡ്, പ്ലേസ്മെൻറ്റ് ഓഫ് ഓർഡർ, എക്സിക്യൂഷൻ ഓഫ് ഓർഡർ, പ്രിപ്പറേഷൻ ഓഫ് കോൺട്രാക്ട് നോട്ട് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ആദ്യം തന്നെ ദ ചോയ്സ് ഓഫ് എ ബ്രോക്കർ. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് അവിടെ ഒരു ബ്രോക്കറിൻ്റെ സെർവിങ് ആവശ്യമാണ്. ബ്രോക്കർ എന്ന് പറയുമ്പം ഹി ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതേപോലെ തന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ രണ്ട് പേർക്ക് ഇടയിൽ നിൽക്കുന്ന ഒരു നമ്മൾ മധ്യവർത്തി എന്നൊക്കെ പറയും, ഇൻ്റർമീഡിയറിയാണ് ബ്രോക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ചോയ്സ് ഓഫ് എ ബ്രോക്കർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രോക്കേഴ്സിൻ്റെ കാര്യങ്ങൾ, അവരാണ് ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സിന് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രോക്കേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്ലേസ്മെൻറ്റ് ഓഫ് ഓർഡർ, ദെൻ ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണം. ദെൻ കോൺട്രാക്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. വാട്ട് ഈസ് കോൺട്രാക്ട് നോട്ട്? It is an agreement between broker and client regarding transaction entered into between them. ഇപ്പോൾ ഒരു ബ്രോക്കറും ക്ലയൻറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻ അവരൊരു എഗ്രിമെൻറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഗ്രിമെൻറ്റിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. ട്രാൻസാക്ഷൻ, അവരെന്തൊക്കെ ട്രാൻസാക്ഷനാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ളൊരു നോട്ടാണ് കോൺട്രാക്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ബ്രോക്കർ ആൻഡ് ക്ലയൻറ്റ് റിഗാർഡിംഗ് ട്രാൻസാക്ഷൻ എൻ്റേർഡ് ഇൻ ടു ബിറ്റ്വീൻ ദം. It contains details of contract, brokerage charge, name of company, number of shares purchased and sold, etc. അപ്പോൾ കോൺട്രാക്ട് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബ്രോക്കറും ക്ലയൻറ്റും തമ്മിലുള്ള എഗ്രിമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാണിക്കുന്നതാണ്, അതിൻ്റെ ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് എന്തൊക്കെയാണ്? ഇതിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതുപോലെ ബ്രോക്കറേജ് എത്ര ചാർജാണ് ഈ ഒരു സർവീസിന് ക്ലെയിം ചെയ്യുന്നത്, കമ്പനിയുടെ നെയിം, എത്ര ഷെയർസ് പർച്ചേസ് ചെയ്തു, സെയിൽ ചെയ്തു, ഈ കാര്യങ്ങളൊക്കെയാണ് കോൺട്രാക്റ്റ് നോട്ടിൽ കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോക്കേഴ്സും അതുപോലെ തന്നെ ക്ലയൻറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണിക്കുന്ന എഗ്രിമെൻ്റാണ് കോൺട്രാക്റ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് കോൺട്രാക്ട് നോട്ട്, ദെൻ സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ട്രേഡിങ്ങിൽ വരുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, നമ്മൾ ആദ്യം ബ്രോക്കറെ സെലക്ട് ചെയ്യണം അല്ലേ, ദ ചോയ്സ് ഓഫ് എ ബ്രോക്കർ. സെക്കൻഡ് വൺ, പ്ലേസ്മെൻറ്റ് ഓഫ് ഓർഡർ. നമുക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓർഡർ പ്ലേസ് ചെയ്യണം. ദെൻ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണം, എക്സിക്യൂഷൻ ഓഫ് ഓർഡർ. ദെൻ പ്രിപ്പറേഷൻ ഓഫ് കോൺട്രാക്ട് നോട്ട് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺലൈൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഓൺലൈൻ ട്രേഡിംഗ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഷെയർസിൻ്റെ വാല്യൂ എല്ലാം നമുക്ക് സ്ക്രീൻ ബേസ്ഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റാണ് അല്ലേ.
അപ്പോൾ ഇതാണ് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുമ്പം അതിൽ പല ടൈപ്സ് ഉണ്ട്. അതിലാദ്യം വരുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ എക്സ്ചേഞ്ച് ഫോർ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. NEAT എന്ന് പറയും, നാഷണൽ എക്സ്ചേഞ്ച് ഫോർ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ആണ്. ഇറ്റ് അലൗ ഓർഡേഴ്സ് ടു നമ്പേഴ്സ് വിത്ത് സർട്ടൻ കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് ഈ നീറ്റ് സിസ്റ്റം എന്ന് പറയുമ്പം അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ടൈം കണ്ടീഷൻ, അതുപോലെ ക്വാണ്ടിറ്റി, പ്രൈസ്, ക്വാളിറ്റി, ഈ കാര്യങ്ങളിലെല്ലാം കണ്ടീഷൻസ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് സെക്യൂരിറ്റീസിൻ്റെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അതാണ് നാഷണൽ എക്സ്ചേഞ്ച് ഫോർ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് NSE ഉണ്ട്, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ദെൻ വരുന്നത് നീറ്റ് സിസ്റ്റമാണ്, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നാഷണൽ എക്സ്ചേഞ്ച് ഫോർ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം കൈൻഡ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ്. സ്പെക്കുലേറ്റേഴ്സിൻ്റെ കൈൻഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ജോബേഴ്സാണ്. ജോബേഴ്സ് സ്പെഷ്യലൈസ്ഡ് ഇൻ സെലക്റ്റഡ് സ്ക്രിപ്റ്റ്സ്, അതായത് സെലക്റ്റഡ് സ്ക്രിപ്റ്റ്സിൽ മാത്രമേ ഈ ജോബേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. ദെൻ ആർബിട്രേജേഴ്സ് ആണ്. ആർബിട്രേജേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ബ്രോക്കേഴ്സ് ഹു ബൈ സെക്യൂരിറ്റീസ് ഇൻ വൺ മാർക്കറ്റ് ആൻഡ് സെൽ ദം ഇൻ അനദർ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റീസ് വാങ്ങിയിട്ട്, കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് വേറൊരു മാർക്കറ്റിൽ ഹൈ എമൗണ്ടിൽ വിൽക്കുന്നവരാണ് ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാക്സ് ഉണ്ട്. സ്റ്റാക്സ് എന്ന് പറയുമ്പോൾ നൈദർ ബൈ നോർ സെൽ സെക്യൂരിറ്റീസ്. അവരെന്തു ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ദേ ജസ്റ്റ് അപ്ലൈ ഫോർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ന്യൂ ഇഷ്യൂസ്, അതിന് മാത്രം ചെയ്യുന്നവരാണ് സ്റ്റാക്സ്. ദെൻ വോൾസ് ആണ്. വോൾസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് സ്പെക്കുലേറ്റേഴ്സ് ആണ്, വെരി ക്വിക്ക് ടു പെർസീവ് ചേഞ്ചസ് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. പെട്ടെന്ന് ചേഞ്ചസ് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നവരാണ് വോൾസ്. ദെൻ ലേം ഡക്സ്. ലേം ഡക്സ് എന്ന് പറയുമ്പോൾ ബിയർ ബ്രോക്കേഴ്സ് ഹു സെൽ അൾട്ടിമേറ്റ്ലി ഷോർട്ട് ബൈ മേക്കിംഗ് റോങ് മൂവ്സ്. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം സ്പെക്കുലേറ്റേഴ്സിൻ്റെ കൈൻഡ്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമിന് ഇതിൽ ചോദിക്കാറുണ്ട്. ആർബിട്രേറ്റേഴ്സ്, അതുപോലെ തന്നെ സ്റ്റാക്സ്, ദെൻ വോൾസ്, ലേംഡക്സ് എന്നൊക്കെ പറയുന്നത് സ്പെക്കുലേറ്റീവ്സിൽ വരുന്നതാണ്. ദെൻ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പം അവിടെ നമുക്ക് ഓപ്ഷൻ ഡീലിംഗ് ഉണ്ട്, അതുപോലെ വാഷ് സെയിൽ, ആർബിട്രേജ്, ബ്ലാങ്ക് ട്രാൻസ്ഫർ, അതുപോലെ മാർജിൻ ട്രേഡിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഓപ്ഷൻ ഡീലിംഗ് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ ഡീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിവ് ദ ഓപ്ഷൻ ഹോൾഡർ ദ റൈറ്റ് ടു ബൈ ഓർ സെൽ ദ സെക്യൂരിറ്റി. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ബൈ ഓർ സെൽ. ബൈ എന്ന് പറയുന്നതിനെ നമ്മൾ കോൾ ഓപ്ഷനായിട്ടും സെല്ലിനെ പുട്ട് ഓപ്ഷനായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. വാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റർ ക്രിയേറ്റ്സ് എ മിസ്ലീഡിംഗ് ഒപ്പീനിയൻ ഇൻ ദ മാർക്കറ്റ് എബൌട്ട് ദ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസിനെ കുറിച്ചിട്ട് സ്പെക്കുലേറ്റർ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഉള്ളതാണ് വാഷ് സെയിൽസ്. ദെൻ ആർബിട്രേജ് എന്താണെന്ന് നമ്മളിപ്പം പറഞ്ഞു. ദെൻ മാർജിൻ ട്രേഡിംഗ് ആണ്. ഇറ്റ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ദ ക്ലയൻറ്റ്സ് വിത്ത് ഫണ്ട്സ് ബോറോഡ് ഫ്രം ദർ ബ്രോക്കേഴ്സ്. ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫണ്ട് ബോറോ ചെയ്തിട്ട് ക്ലയൻറ്റ്സ് എന്ത് ചെയ്യുന്നു, ദേ ക്യാരിഡ് ഔട്ട് ദ ആക്ടിവിറ്റീസ്, അതാണ് മാർജിൻ ട്രേഡിംഗ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ദ ക്ലയൻറ്റ്സ് വിത്ത് ദ ഫണ്ട്സ് ബോറോഡ് ഫ്രം ദ ബ്രോക്കേഴ്സ്. ദെൻ ബൈബാക്ക് ഓഫ് ഷെയർ ആണ്. ബൈബാക്ക് ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ റിഡക്ഷൻ വരുന്നതാണ് എന്താണ്, ക്യാൻസലേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലാണ് ബൈ ബാക്ക് ഓഫ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇനിയും ഉണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അത് ഓരോന്നായിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ HSST കോമേഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്